ഇതേ പഠന റിപ്പോർട്ടിൽ കേരളത്തിൻ്റെ ചിത്രം തികച്ചും വ്യത്യസ്തമാണ്. കേന്ദ്രം ആസൂത്രണ കമ്മീഷനെ ഉപേക്ഷിച്ചപ്പോഴും ആസൂത്രണ പ്രക്രിയയുമായി ശക്തമായി മുന്നോട്ട് പോകാനാണ് കേരള സർക്കാർ തീരുമാനിച്ചത്. ആസൂത്രണ ബോർഡ് നിലനിർത്തുകയും ബജറ്റിലെ പദ്ധതിയേതര വ്യത്യാസങ്ങൾ തുടരുകയും ചെയ്ത കേരളത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് ശരിയായിരുന്നുവെന്ന് കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. 12ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് കേരളത്തിൻ്റെ മൂലധന ചെലവ് 6.3%. ആസൂത്രണ ബോർഡുകൾ ഇല്ലാതാക്കി മറ്റ് സംസ്ഥാനങ്ങൾ തളർന്നപ്പോൾ കേരളം ആസൂത്രണം ശക്തിപ്പെടുത്തിയതിലൂടെ 2017-22 കാലയളവിൽ ഇത് 7.5% വർദ്ധിപ്പിച്ചു. തുടർന്നുള്ള 2022-24 വർഷങ്ങളിൽ ഇത് വീണ്ടും ഉയർന്നു 8.2% ഉയർന്നു. ബജറ്റ് കണക്കുകൾ മാത്രം ആധാരമാക്കിയുള്ള NIPFP പഠനത്തിൽ കിഫ്ബി വഴിയുള്ള ബൃഹത്തായ നിക്ഷേപങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല. കിഫ്ബിക്ക് സർക്കാർ നൽകുന്ന പണം കേന്ദ്ര ബജറ്റ് വർഗീകരണമനുസരിച്ച് റവന്യൂ ചെലവായാണ് കണക്കാക്കുന്നത്. ഈ തുക കൂടി പരിഗണിച്ചാൽ കേരളത്തിലെ മൂലധന ചെലവ് റിപ്പോർട്ടിൽ പറയുന്നതിനേക്കാൾ എത്രയോ മുകളിലാണ്. ആസൂത്രണ ബോർഡിൻ്റെ ശാസ്ത്രീയമായ ഇടപെടലുകൾ വഴി അനാവശ്യമായ റവന്യൂ ചെലവുകൾ നിയന്ത്രിക്കാനും കൃത്യമായ ധനകാര്യ മാനേജ്മെൻറ്റിലൂടെ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിച്ചു. ആസൂത്രണം ഒരു അനാവശ്യ ഭാരമാണ് എന്ന് പ്രചരിപ്പിക്കുന്നവർക്കുള്ള ശക്തമായ മറുപടിയാണ് കേരളം കൈവരിച്ച ഈ നേട്ടം. ജനങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് വിഭവങ്ങൾ വിന്യസിക്കാൻ ശാസ്ത്രീയമായ ആസൂത്രണം അത്യാവശ്യമാണെന്ന് സംസ്ഥാന സർക്കാർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ആസൂത്രണ പ്രക്രിയക്ക് നൽകുന്ന പ്രാധാന്യം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ കേരളം വികസന പാതയിൽ മുന്നോട്ട് പോകും. ഇത്തരം മുന്നേറ്റം കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രകടനത്തിലും പ്രതിഫലിക്കുന്നുണ്ട്. UDF സർക്കാരിന് കീഴിൽ തകർന്നടിഞ്ഞതാണ് പല പൊതുമേഖലാ സ്ഥാപനങ്ങളും. അവയെ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചപ്പോൾ അതിന് പ്രതിരോധം തീർക്കുകയാണ് LDF സർക്കാർ ചെയ്തത്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂടുതൽ മത്സരക്ഷമമാക്കാനും അവയുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനുമായി സർക്കാർ നിരന്തരം ഇടപെട്ടു. വ്യവസായ വാണിജ്യ വകുപ്പിന് കീഴിൽ 51 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് സംസ്ഥാനത്തുള്ളത്. സർക്കാരിൻ്റെ നിരന്തരമായ ഇടപെടലുകൾ മൂലം ഈ സ്ഥാപനങ്ങൾ 5135.89 കോടി രൂപയുടെ സംയുക്ത വിറ്റുവരവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 15.14% വർധനവാണ്. അറ്റാദായം നേടുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം 2023-24 സാമ്പത്തിക വർഷത്തിലെ 12-ൽ നിന്ന് 24-25
14 ഉയർന്നു. അതുപോലെ പ്രവർത്തന ലാഭം രേഖപ്പെടുത്തിയ സ്ഥാപനങ്ങളുടെ എണ്ണം 18 നിന്ന് 22 വർദ്ധിക്കുകയും ചെയ്തു. ദേശീയ തലത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കാനും അവയിലെ നിക്ഷേപം കുറക്കാനും അതുവഴി സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനുമുള്ള നയങ്ങളാണ് നടപ്പാക്കുന്നത്. കേരളം ഈ സ്ഥാപനങ്ങളുടെ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ശക്തമായ ഒരു കോട്ടയായി നിലകൊള്ളുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.